അല്ല നീ ഇതേത് കാലം ഇരിക്കുന്ന ഇനിക്കൊരു പണിക്കും പോയിക്കൂടാ. ഞാൻ കൊണ്ടുവന്നിട്ട് ഇന്ന പോറ്റേണ്ട ഗതികേടായല്ലേ. എടാ ആ വിഷ്ണുവിനെ നോക്ക്, ഓൻ എന്തല്ല ആള് കേക്കണോ. കാറാക്കി നല്ല വീടാക്കി കുടുംബാക്കി എന്താ ഓൻ ഇല്ലാതെ. നീയോ നീ ഇങ്ങനെ ഇരുന്ന് ഫോണും നോക്കി ഇരിക്കുക അല്ലേ. പണി ഇല്ലായിട്ടല്ല അമ്മേ, പണി ഉള്ളവരെ ഞാൻ പോക്കില്ല. അനക്കാവൂല നീ ചോദിച്ചാൽ നിങ്ങൾ ഈ പറയും 100 റുപ്യ. അമ്മേ എന്തല്ലാന്ന്? അല്ല ഇതാര് വിഷ്ണുവാ. എടാ ഇന്റെ കാര്യം ഇപ്പൊ ഞാൻ ഓനോട് പറഞ്ഞിട്ടേ ഉള്ളൂ. മക്കളിരിക്ക്. മോനെ വിഷ്ണു, ഇന്നെ കാണാൻ വേണ്ടി ഞാൻ നിൽക്കുന്നു. മോനെ അന്റെ മോനും നീ ഒന്നിച്ച് പഠിച്ചല്ലേ. ഓനിങ്ങനെ ഒരു പണിയോ ഇല്ലാണ്ട് നിൽക്കല്ലേ ചെയ്യുന്നു. എനിക്ക് ഓനെ അങ്ങ് കൂട്ടിക്കൂടെ എന്റെ കമ്പനിയിലേക്ക് ഒരു വിസ ശരിയാക്കി. ഞാൻ നോക്കിക്കോളാം. എനിക്കൊരുപാട് പുണ്യം ഉണ്ടാവും മോനെ. അമ്മേ വിഷ്ണു ഒരു കാര്യം ഏറ്റതാ പോലെ. വിഷ്ണു വന്നതിന് മോനെ നിന്റെ കാര്യമെല്ലാം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എതിരൊന്നും പറയരുത് മോനെ. ഓനെ പോലത്തെ ഒരാൾ ഇവിടെ വരുവാന്ന് വെച്ചാല് ദൈവം ഓനെ കൊണ്ടുവന്നതാ. നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു മോനെ. മോനെ ആടെ നിക്കറാ, ആടെ നിന്നാട്ടെ. ആടെ ഒച്ചപ്പാട് കേൾക്കുന്നത്. അത് നമ്മളെ വിഷ്ണുവിനെ പോലീസ് നോക്കിയതാ. വിഷ്ണുവിനെയാ പോലീസ് ഓടിക്കാനോ? ഓനല്ലേ ഇപ്പൊ ഇവിടുന്ന് പോയിന്. അതെന്തിനേനു? അത് അമ്മ അറിയില്ലേനു. നാട്ടിലെ പിള്ളേർക്ക് വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗൾഫിലേക്ക് കയറ്റി വെക്കുമ്പോ ലഗേജിൽ കഞ്ചാവ് വെക്കലല്ലേ ഇവന്റെ പണി. ഇനിയെങ്കിലും മറ്റുള്ളവരായിട്ട് എന്നെ താരതമ്യം ചെയ്യല്ലോ അമ്മേ. ഒറ്റയ്ക്കാവും നോവിൽ വാടിത്തളരും